നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഹൈലി സക്സസ്ഫുൾ ആയും വളരെ ശക്തമായും അവർ ചില മേഖലയിൽ പെർഫോം ചെയ്ത് മുൻപോട്ട് പോവുകയായിരിക്കും. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഇവരെവിടെ പോയി, ഇവർക്ക് എന്താ സംഭവിച്ചേ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പം ഇവർ അതിശക്തമായി വേറെന്തെങ്കിലും കാര്യങ്ങളായിട്ട് വരുന്നതും കാണും. എന്താണ് ഇതിന്റെ പിറകിലുള്ള ശാസ്ത്രം, അല്ലെങ്കിൽ എന്താണ് അവിടെ പിറകിൽ സംഭവിക്കുന്നത്? നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ശക്തമായി ചില കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അടി കിട്ടിയതുപോലെ എന്തിനി ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ചെല്ലും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്തിനി മുന്നോട്ട് ചെയ്യണം, ഇതെല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് വരും. ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വൈകാരിക ഭാവവും വളരെ ശക്തമാണ്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ചിന്ത വരാനുള്ള കാരണം. ഒരുപക്ഷെ ബിസിനസ്സിലുള്ള ഒരു തകർച്ചയായിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഫിസിക്കലായി ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നതായിരിക്കാം. ഇതൊക്കെ തന്നെ ശക്തമായി മുൻപോട്ട് പോകുന്ന പല വ്യക്തികളെയും തകർത്ത് കളഞ്ഞ ഒന്നാണ്. പല ആൾക്കാർക്കും അത് വളമായി മാറിയ ഒന്നുമാണ്. നിങ്ങൾക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യുന്ന മേഖലയൊക്കെ നിർത്തി എല്ലാം അവസാനിപ്പിക്കാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ അവസാനിപ്പിച്ചിടത്ത് നിന്നും തിരിച്ച് കാര്യങ്ങൾ തുടങ്ങാൻ, ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ട് അതിശക്തമായി മുൻപോട്ട് കുതിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. നമ്പർ 1, ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു സഹാനുഭൂതി, ഒരു അനുകമ്പയുള്ള വ്യക്തിയായി മാറുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, 6th ഗിയറിൽ പൊക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഒരിടത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ആ 6th ഗിയറിന്റെ അതേ സ്പീഡിൽ പെട്ടെന്ന് അതിന് കുതിക്കാൻ കഴിയില്ല. മറിച്ച് അതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി റിപ്പയർ ചെയ്ത് 1st ഗിയർ വെച്ച് തുടങ്ങി പതുക്കെയാണ് 6th ഗിയറിൽ എത്താൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ തനിക്ക് എന്താ സംഭവിച്ചത്, തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾക്ക് സമയം കൊടുക്കുക. നിങ്ങൾ ക്ഷമയോടുകൂടി, നിങ്ങളോട് തന്നെ അനുകമ്പയോടുകൂടി കുറച്ചു നാള് നിങ്ങളുടെ കൂടെ ഇരിക്കുക. മറ്റാരും വേണ്ട, നിങ്ങൾ തന്നെ നിങ്ങളോടൊപ്പം ഇരിക്കാൻ തയ്യാറാവുന്ന നിമിഷത്ത് ഈ ലോകത്തുള്ള എല്ലാം നിങ്ങൾക്ക് ശക്തിയായി മാറും. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ബി കമ്പാഷനേറ്റ്. ഒരുപക്ഷെ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അത് മാറുന്നത് വരെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അതല്ല, നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് വേണ്ടപ്പെട്ട ചില ആളുകളിൽ നിന്ന് ഏറ്റ വേദനയാണെങ്കിൽ ആ വേദനയുടെ മുറിവുകളൊന്ന് ഉണങ്ങാനുള്ള ഗ്യാപ്പ് കൊടുക്കുക. അതല്ല, ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു തകർച്ചയാണ് ഉണ്ടായതെങ്കിൽ കൃത്യമായി അതേ തകർച്ചയുണ്ടായ ആളുകളെ പോയി കണ്ട് അവരെങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് പഠിക്കാൻ നിൽക്ക്. ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ ചിന്തിച്ച് വിഷമിച്ചത് കൊണ്ട് ഈ ലോകത്ത് ഒരു പരിഹാരവും ലഭിക്കില്ല. സോ ഫസ്റ്റ്, ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ്. നമ്പർ 2, റിഫ്ലക്ട് ആൻഡ് അക്നോളജ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ല, നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കൃത്യമായി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത്, ഒരു പ്രശ്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ആ പ്രോബ്ലം ആയിരിക്കില്ല പ്രോബ്ലം. പിന്നെന്തായിരിക്കും പ്രോബ്ലം? ആ പ്രോബ്ലത്തോട് നമുക്കുള്ള അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തോട് നമുക്കുള്ള അപ്രോച്ച്, അവിടെ ആയിരിക്കും പ്രശ്നമുള്ളത്. അതായത്, ബിസിനസ് പൊളിഞ്ഞു പോയി എന്നുള്ള വികാരം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പൊളിഞ്ഞു എന്നാരും ചിന്തിക്കില്ല. അതല്ലെങ്കിൽ ഒരാൾ നമ്മളോട് മോശമായി പെരുമാറി എന്നുള്ളത് തന്നെ ചിന്തിച്ചിരുന്നാൽ വിഷമിക്കാൻ മാത്രമേ നമുക്ക് സമയം കിട്ടൂ. അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയെന്ന് ചിന്തിക്കുന്നത് എന്നോ അന്ന് നിങ്ങളത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങണം. റിഫ്ലക്ഷൻ ആണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. മനുഷ്യന് മാത്രമേ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് സിറ്റുവേഷൻ ആണ് ലൈഫിൽ ഉണ്ടായെന്ന് കൃത്യമായി റിഫ്ലക്ട് ചെയ്യുക. ആ സിറ്റുവേഷൻസിനെ ഇന്റലക്ച്വലി, ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനെ അനലൈസ് ചെയ്യണം. വൈകാരികമായി അല്ല അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പല വ്യക്തികളും ഒരുപക്ഷെ അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സ് കഴിയുമ്പോഴോ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം ജപ്തി ചെയ്തുകൊണ്ട് പോകുമ്പോഴോ, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോഴോ, അല്ലെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി ആ ഓർഗനൈസേഷൻ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമ്പോഴോ, ഈ സമയത്തൊക്കെ തന്നെ വൈകാരികമായ പ്രശ്നം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്റെ വണ്ടി പോയി, എന്റെ റിലേഷൻ ഇല്ലാണ്ടായി, എന്റെ വീട് ഇല്ലാണ്ടായി. ആ വൈകാരിക തലത്തിൽ നിന്ന് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് റിഫ്ലക്ട് ചെയ്യാൻ തയ്യാറാണ്. കൃത്യമായത് റിഫ്ലക്ട് ചെയ്തതിനു ശേഷം അക്സെപ്റ്റ് ചെയ്യുക. ശരിയാണ്, ഞാൻ ഉണ്ടാക്കിയ വീടാണ്, അത് പോയി. ശരിയാണെന്നേ, ഞാൻ ഉണ്ടാക്കിയ കാറാണ്, അത് പോയി. പോയെങ്കിൽ എന്താ, ഇനി ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ പോയി എന്ന് നമ്മൾ അക്നോളജ് ചെയ്യാണ്ട് എങ്ങനെ മുൻപോട്ട് നടക്കാൻ പറ്റണേ? ഇരുട്ടാണ് എന്ന് അംഗീകരിക്കാതെ എങ്ങനെ നിങ്ങൾ ടോർച്ച് എടുക്കും? ഇത് ഇരുട്ടല്ല എന്ന് വീണ്ടും സ്വയം പറയുകയാണ്. അതല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹാരമില്ലാത്ത പ്രശ്നമാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ റിഫ്ലക്ട്
ആൻഡ് അക്നോളജ്. എപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നോ അവിടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടുന്നതാണ്. 3, തിങ്ക് അബൌട്ട് ദ വൈ ആൻഡ് മേക്ക് എ പ്ലാൻ. നമ്മൾ നിന്ന് പോകുന്നത് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വൈകാരികമായ അറ്റാച്ച്മെന്റ് മൂലമാണ്. ആ വൈകാരികമായ അറ്റാച്ച്മെന്റിനേക്കാളും അതിശക്തമായ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച മേഖലയിൽ ഇത്രയും വർഷം പ്രയത്നിച്ചത്. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ പേഴ്സിസ്റ്റൻസും നിങ്ങളുടെ കൺസിസ്റ്റൻസിയും നിങ്ങളെടുത്ത സാക്രിഫൈസും നിങ്ങളെടുത്ത പെയിനും നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളും നിങ്ങൾക്ക് വയ്യാത്ത സമയത്ത് നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നതും ഒക്കെ ഒരു വൈക്ക് വേണ്ടിയാണ്. എന്തോ ഒരു കാര്യം നടപ്പിലാക്കണം തന്റെ ജന്മം കൊണ്ട് എന്ന ഉദ്ദേശം പവിത്രമായതുകൊണ്ടാണ് അതിശക്തമായി പോരാടി തന്നെ നിങ്ങളൊരു അവസ്ഥയിലെത്തിയത്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ബാങ്കിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സാഹചര്യത്തിനോ പൊളിക്കാൻ വിട്ട് കൊടുക്കരുത്. തിങ്ക് അബൌട്ട് ദ വൈ. എന്തിന് ഞാൻ ഇറങ്ങി തിരിച്ചു? എന്താണ് കുറച്ച് വർഷം നമ്മളിവിടെ ഉള്ള 60-70 വർഷം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു 10-20 വർഷം കൂടുതൽ ഇവിടെ കാണും. അപ്പൊ അതുകൊണ്ട് എന്തിനാ ഞാൻ ഇതൊക്കെ തുടങ്ങി വെച്ചതെന്ന് വീണ്ടും 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 ചിന്തിക്കുക. എന്റെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവുന്നതെങ്കിൽ ഞാനിരുന്ന് ചിന്തിക്കേണ്ടത്, എന്തിനാ നവീനെ നീ ട്രെയിനിങ്ങിൽ ഇറങ്ങി? ഐ ആം എ ട്രെയിനർ വിത്ത് എ വിഷൻ ടു ഇഗ്നൈറ്റ് ഹ്യൂമൻ മൈൻഡ്സ്. ആളുകളുടെ മനസ്സിന് തീ കൊടുക്കാൻ വേണ്ടി, ആളുകളുടെ മനസ്സിന് ആവേശം കൊടുക്കാൻ വേണ്ടി, ആളുകളുടെ മനസ്സിന് അവർ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കാനുള്ള സ്കില്ല് കൊടുക്കാൻ വേണ്ടി അതിനെ ഞാൻ ആ പരിപാടിക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനർ ആയത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എത്ര ശക്തമായ ബിസിനസ് പ്രശ്നം ഉണ്ടായാലും, പേഴ്സണൽ പ്രശ്നം ഉണ്ടായാലും, ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായാലും ഞാൻ വീണ്ടും ഒന്നേം തുടങ്ങുന്ന റീസൺ എന്റെ വൈ അത്ര ശക്തമാണ്. ആ ശക്തമായ വൈ നിങ്ങൾക്ക് എന്താണുള്ളത്? ആ വൈനെ വീണ്ടും വീണ്ടും ആലോചിക്കുക. നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ബിസിനസ്മാൻ ആണെങ്കിൽ എന്തിനാണ് ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഇറങ്ങിയത്? കൃത്യമായ ഉത്തരം വേണം. നിങ്ങളൊരു വക്കീലാണെങ്കിൽ എന്ത് പർപ്പസ് നടപ്പിലാക്കാനാണ് ഞാൻ വക്കീലായി ഇറങ്ങിയത്? നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ എന്തിനാണ് ഞാനൊരു ഡോക്ടറായത്? നിങ്ങളൊരു പെയിന്റ് പണിക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പെയിന്റ് പണിക്ക് ഇറങ്ങിയത്? ഏത് മേഖലയിലും നമ്മൾ ഇറങ്ങിയ ഒരു കാരണം കാണും. ആ കാരണം എത്ര വലിയ കുഴിയിൽ വീണാലും അവിടെ നിന്ന് തിരിച്ച് കയറി വരാനുള്ള ഒരു ചരടാണ്. അതുകൊണ്ട് തന്നെ തിങ്ക് അബൌട്ട് ദ വൈ. എന്തുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു? ആ റീസൺ സ്ട്രോങ് ആക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്ര വലിയ പ്രശ്നത്തെയും കവർ ചെയ്യാൻ ആ ഒറ്റ റീസൺ മതിയാവും. സോ തിങ്ക് അബൌട്ട് ദ വൈ ആൻഡ് മേക്ക് എ പ്ലാൻ. ഒരു പ്ലാൻ ഉണ്ടാക്കണം. കാരണം കൃത്യമായ രീതിയിൽ പ്ലാനും, കൃത്യമായ രീതിയിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള റുട്ടീനും, കൃത്യമായ രീതിയിൽ പലതരം പ്രവർത്തനങ്ങളും, കൃത്യമായ രീതിയിൽ ധാരാളം ആളുകളെ ഫോൺ വിളിച്ചുള്ള നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റീസും, കൃത്യമായ രീതിയിൽ ശരീരപാലനവും, കൃത്യമായ രീതിയിൽ മാനസിക പാലനം ഒക്കെ ചെയ്തൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ. പക്ഷേ തകർന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണെങ്കിലും, റുട്ടീൻ ആണെങ്കിലും, ജീവിതശൈലി ആണെങ്കിലും എല്ലാം ആകെ ആടിയൊലേ. അതുകൊണ്ട് ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കാനും പഴയതിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. കൃത്യമായി പദ്ധതി ഉണ്ടാക്കാൻ പരാജയപ്പെടാൻ പദ്ധതി ഉണ്ടാക്കിയതുപോലെയാണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൃത്യമായ രീതിയിൽ എന്തിനാണ് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഇറങ്ങിത്തിരിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പാഷന്റെ പിറകെ ഇറങ്ങിത്തിരിച്ചത്, അത് മനസ്സിലാക്കുക. അതിനോടൊപ്പം മുൻപോട്ട് കുതിക്കുവാനുള്ളൊരു പ്ലാൻ കൂടി തയ്യാറാക്കുക. 4, പ്രാക്ടീസ് സെൽഫ് അഫർമേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ. സെൽഫ് അഫർമേഷനും വിഷ്വലൈസേഷനും സ്റ്റാർട്ട് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് മുഴുവൻ നമ്മൾ അവനവനോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം നെഗറ്റീവാണ്. നമുക്കുണ്ടായത് ഒരു ജപ്തിയാണെങ്കിൽ നിനക്ക് ജപ്തി ഉണ്ടായില്ലേ, ഇത് തന്നെ ആയിരിക്കും റിപ്പീറ്റഡ് ആയി വീണ്ടും 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 തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും നമ്മൾ തകരുകയാണ് ചെയ്യണത്, മാനസികമായി സങ്കടപ്പെടുകയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിലാണ് ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ അന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ ഉണ്ടായ ഭീകരമായ മൊമെന്റ്സ്, അന്നുണ്ടായ വിഷമകരമായ സിറ്റുവേഷൻസ്, അന്ന് കരഞ്ഞ ദിവസങ്ങൾ, ഉറക്കമില്ലാണ്ടായ ദിവസങ്ങൾ, ഇത് തന്നെ ചിന്തിച്ച് ആരാണോ നമ്മളെ ഉപദ്രവിച്ച അവരോടുള്ള വൈരാഗ്യമായിരിക്കും നമുക്കുള്ളിൽ വീണ്ടും വീണ്ടും കൂടി വരുന്നത്. ഇത് കൂടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നാം ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി തുടരാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതിൽ നിങ്ങളുടെ വാഹനമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് വേറെ 5 വാഹനം വാങ്ങിക്കാനുള്ള കഴിവുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയ വാഹനത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് ഉള്ള ശക്തി കൂടി ചോർന്നു പോകും. അതുകൊണ്ട് അഫർമേഷൻ പറയണം. നമ്മൾ തന്നെ കണ്ണാടി നോക്കി ട്രാൻസ് സിനിമയിൽ ഫഹദ് ഫാസിൽ ഇങ്ങനെ കൈവിട്ടെന്ന് കണ്ടിട്ടില്ലേ? അത് വളരെ പോസിറ്റീവാണ്. നമ്മളെ ഒരു ഉഷാറായിട്ട് കാണുന്ന അവസ്ഥയാണ്. കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖം സങ്കടമായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മുടെ ഉള്ളിലെ മനസ്സ് സങ്കടപ്പെടും. അന്നത്തെ ദിവസം മുഴുവനും എന്റെ മുഖം ഇങ്ങനെയായി പോയല്ലോ, എന്റെ മുഖത്തിന് ഇന്നൊരു ചൈതന്യമില്ലല്ലോ, ഒരു ഐശ്വര്യമില്ലല്ലോ എന്ന് ഓർത്തായിരിക്കും വിഷമിക്കണത്. അതേ നമ്മൾ മുഖമൊക്കെ കഴിയും എടുക്കാനായിട്ട് കണ്ണാടി പോയി നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ആക്റ്റീവ് ആയിരിക്കും.
അപ്പൊ നമ്മളെ എങ്ങനെയൊക്കെ പരിപാലിച്ചും നമ്മളെ എങ്ങനെയൊക്കെ കെയർ ചെയ്തും സ്വയം മിടുക്കനാക്കി എടുക്കാം. അത് ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ബൗദ്ധികമായിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കണം, പ്രവർത്തിക്കണം. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് അഫർമേഷൻ. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും. വീണ്ടും വീണ്ടും പറയണം. കാരണം ഓരോ തവണ പറയുമ്പോഴും കഴിഞ്ഞ കുറെ നാളായിട്ട് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞത്, അതിൽ കൂടുതൽ തവണ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. സോ പ്രാക്ടീസ് സെൽഫ് അഫർമേഷൻ. നിങ്ങൾ തയ്യാറാണ് സെൽഫ് അഫർമേഷൻ എങ്കിൽ, നിങ്ങൾ എവിടെയാണോ വേദനിച്ച് നിൽക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഐ ആം റെഡി എന്ന അർത്ഥം വരുന്നതിൽ IR എന്ന് കമന്റ് ചെയ്താലും മതി. സോ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം വിഷ്വലൈസേഷനും പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്കുണ്ടായ തകർച്ചകളുടെ വിഷ്വൽസ് നമ്മുടെ തലയിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിച്ച വ്യക്തികൾ, നമ്മളെ വിഷമിപ്പിച്ച ഘട്ടവും നമ്മൾ വേദനിച്ച ഘട്ടമൊക്കെ തലച്ചോറി കിടക്കുകയാണ്. ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ അതിന് മനോഹരമായിട്ടുള്ള കൗണ്ടർ പാർട്സ് ഉണ്ടാക്കുക. വിഷമിച്ച സീൻ മാറ്റിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന വേറെ 100 കണക്കിന് ആൾക്കാരുണ്ട്, അവരെ പറ്റി ചിന്തിക്കുക. നഷ്ടപ്പെട്ട വണ്ടിയെ കുറിച്ച് ഓർക്കാതെ പുതിയ വണ്ടിയുടെ ചിത്രം മനസ്സിൽ സങ്കല്പിക്കുക. നഷ്ടപ്പെട്ട വീടിനെ കുറിച്ച് ഓർക്കാതെ അതിലും മികച്ച മറ്റൊരു വീട് പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. സോ എവിടെയാണോ നഷ്ടം ഉണ്ടായത് ആ പിക്ചർ എടുത്ത് തട്ടി ദൂരെ കളയുക, അതിലും മികച്ച സാധനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും കാണുക. എന്താ ഗുണം എന്നറിയോ? നഷ്ടപ്പെട്ട സാധനത്തെ പറ്റി ചിന്തിക്കും തോറും താഴോട്ടാണ് നമ്മുടെ ശക്തി പോണത്. എന്നാൽ ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ ശക്തമായി കുതിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് ദ 4th ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. കൃത്യമായി അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായി വിഷ്വലൈസ് ചെയ്യാനും തയ്യാറാവുക. 5, ബി കൺസിസ്റ്റന്റ്. ട്രാക്ക് തെറ്റിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുകയാണ്, വിജയിക്കുന്ന എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് അവർക്കുള്ളിൽ ഒരു ആഗ്രഹം കാണും, ആ ആഗ്രഹത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കും, ആ പ്രവർത്തനം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ വിജയിക്കാം. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ കൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. അത്രയേറെ ഇന്റൻഷനാലിറ്റി അല്ലെ അത്രയേറെ ഉള്ളിൽ തട്ടി അഭിനിവേശവും ആഗ്രഹമുള്ള വ്യക്തിക്ക് തുടർച്ചയായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആവാനായിട്ട് നമ്മൾ തയ്യാറാവണം. കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ശക്തി കൂട്ടുന്ന ഏറ്റവും വലിയ ടൂള്. ഏതൊരു വിജയം സൃഷ്ടിച്ചേക്കുന്നത് അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ബഹുമാനിക്കുന്ന സിറ്റുവേഷൻ വരണം. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീക്കാൻ കഴിയാത്ത പലപ്പോഴും രാവിലെ എണീക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, പല ആളുകളെ സംബന്ധിച്ച് രാവിലെ എണീക്കണമല്ലോ എന്നോർത്ത് എണീക്കാതിരിക്കുന്നതാണ്. കാര്യം രാവിലെ എണീറ്റാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, രാവിലെ ഉണ്ടായാൽ അഭിമുഖീകരിക്കേണ്ട പല രീതിയിലുള്ള വിഷമഘട്ടങ്ങൾ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചില ആളുകളുമായി സംസാരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സങ്കടം, ഈ റീസണൊക്കെ കൊണ്ട് എണീറ്റിട്ടും കിടക്കണ ഒരുപാട് ആളുകളെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ എണീക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷം വേണം. രാത്രി കിടക്കുമ്പം ഞാനൊരു മിടുക്കനാണെന്നും നാളെ രാവിലെ വളരെ ശക്തമായി ഞാൻ എൻ്റെ കർമ്മപഥത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ, മനസ്സിൽ തട്ടി പറഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കാനുള്ളൊരു ഉഷാർ ലഭിക്കും. നമുക്ക് ഈസി ആയിട്ട് രാവിലെ എണീക്കാൻ കഴിയും. അങ്ങനെ ഓരോ പ്രവർത്തനത്തിലും കൃത്യമായി നാം സന്തോഷവാനായി തന്നെ നാം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത് കൺസിസ്റ്റൻസി കൂടാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്ക് കൂടെയാണ്. സോ കൺസിസ്റ്റന്റ് ആയി മാറുക എന്നുള്ളതാണ് ട്രാക്ക് തെറ്റിയ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5ാമത്തെ സ്റ്റെപ്പ്. 6, ബി അക്കൗണ്ടബിൾ. നമുക്കറിയാം, കൃത്യസമയം പാലിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് റുട്ടീനോട് കൂടി പോയ വ്യക്തികൾ ട്രാക്ക് തെറ്റിയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് എല്ലാ വാക്കും പാലിക്കാൻ കഴിയണമെന്നില്ല. 5 മണി എന്ന് പറഞ്ഞാൽ 4:30 എത്തുന്ന വ്യക്തിയാണെങ്കിൽ ട്രാക്ക് തെറ്റിയതിനു ശേഷം അദ്ദേഹം 5 മണിക്ക് വരെ എത്തുന്നത് പിറ്റേ ദിവസം 5 മണിക്കായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം, പണ്ട് നമ്മൾ വാക്ക് പാലിച്ച വ്യക്തിയാണെന്നും അന്ന് വാക്ക് പാലിക്കാത്തവരെ എങ്ങനെയാണ് നമ്മൾ കണ്ടതെന്ന് നമുക്കറിയാം. അതൊക്കെ ഓർത്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് കൊടുക്കാം. നമുക്ക് സമയം കൊടുത്ത് നാം ചെയ്യുന്ന തെറ്റിന് നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും 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 നമുക്ക് സമയം പാലിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ റുട്ടീൻ തിരിച്ചു പിടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഒരു ബേബി സ്റ്റെപ്പ് പോലെയാണ്. കൈയും കാലും ഒടിഞ്ഞ് അല്ലെ പാരലിസിസ് വന്ന് കിടന്നുപോയൊരു വ്യക്തി വീണ്ടും എണീറ്റ് നടക്കുമ്പോൾ പണ്ട് നടന്ന ഒരു കുതിപ്പുണ്ടാവില്ല. പണ്ട് കുഞ്ഞുപ്രായത്തിൽ നടന്നത് ഓർമ്മയുള്ളതുകൊണ്ട് അന്നെടുത്ത സമയത്തിന്റെ 10 സമയം എടുക്കുകയുള്ളൂ. ഈ തിരിച്ചറിവോടുകൂടി നടക്കുമ്പോൾ വീണോട്ടെ, ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നോട്ടെ, കണ്ടിന്യൂ ചെയ്യുക. വലിയ പ്രശ്നങ്ങൾ വരുമ്പോ അവിടെ നിൽക്കരുത്, നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പ്രശ്നം മാറി സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതാണ് 6ാമതായി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അക്കൗണ്ടബിൾ ആവാൻ ശ്രദ്ധിക്കുക. അതിന് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളും തീർച്ചയായും നമ്മളെ സഹായിക്കും. ബിസിനസ്സിൽ തകരുന്ന സമയത്താണെങ്കിലും, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിലും, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിലും, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ചില സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കാൻ വരും. ഈ സുഹൃത്തുക്കളോട് അക്കൗണ്ടബിലിറ്റി കാണിക്കാൻ
അതൊരു നീതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാണ്. അവരൊരു പക്ഷേ നമ്മളെ തിരിച്ച് കൈപിടിച്ച് കയറ്റാനും നാം ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് ഓർമ്മപ്പെടുത്താനും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഒരുപാട് കരുതാനും ഒക്കെ തയ്യാറാവും. അതിനൊക്കെ വാല്യൂ കൊടുത്താൽ നമുക്ക് തിരിച്ചു വരാനുള്ള പ്രചോദനം കൂടിയായി മാറും ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെയാണ് എത്ര തകർന്നൊരു വ്യക്തിയാണെങ്കിലും എല്ലാം നശിച്ച അവസ്ഥയാണെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വരാൻ വേണ്ടിയുള്ള ടെക്നിക്സ്. കൃത്യമായ രീതിയിൽ ഈ 6 കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് എത്രയധികം ജീവിതത്തിൽ തകർന്ന വ്യക്തിയാണ് താങ്കൾ എന്ന് പറഞ്ഞാലും മുൻപുള്ളതിലും ശക്തമായി മുൻപോട്ട് വരാനും വലിയ വിജയങ്ങൾ നേടാനും ഈ വീഡിയോ സഹായിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. കൂടാതെ നിങ്ങളുടെ സൗഹൃദത്തിൽ ആരെങ്കിലും എന്ത് ചെയ്യണം എനിക്ക് തിരിച്ചു വരാൻ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് സജസ്റ്റ് ചെയ്യണം. അവർക്ക് അയച്ചു കൊടുത്താൽ പോരാ, അവരോട് കാണാൻ നിർബന്ധമായിട്ട് പറയണം. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷന് ഈ വീഡിയോ സഹായകരമാവും. ഇതേപോലുള്ള വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം പോലെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് നവീൻ ഇൻസ്പയേഴ്സ് എന്നാണ്. അത് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ലൈഫിൽ എങ്ങനെ കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ആ സെറ്റ് ചെയ്ത ഗോൾ നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള 6 ദിവസത്തെ ഓഡിയോ വർക്ക്ഷോപ്പാണ്. പിന്നെ പ്രൈസിങ് വരുന്ന 1000 രൂപയാണ്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ വഴി. അതുകൂടാതെ പൊതുവേദി സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു ഓഡിയോ വർക്ക്ഷോപ്പ് ഉണ്ട്, അതാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിന്റെ വർക്ക്ഷോപ്പ്. കൂടാതെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഓരോ സ്റ്റേജുകളിൽ, തുടക്കത്തിൽ വരുന്നുള്ള സർവൈവൽ സ്റ്റേജിലും തുടർന്ന് കുറച്ച് വരുമാനം ലഭിക്കുന്ന ഒരു സ്റ്റേബിൾ ആവുന്ന അവസ്ഥയിലും അത് കഴിഞ്ഞ് വിജയം ഉണ്ടാവുന്ന സമയത്തും കൂടാതെ സിഗ്നിഫിക്കന്റ് ആയി മാറുമ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യണം അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന MLM ഫൗണ്ടേഷൻ മൊഡ്യൂളുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും തന്റെ ഉള്ളിലെ ലീഡറെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പും ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. എന്താണെങ്കിലും വളരെയധികം സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.